കഴിക്കുന്ന ഭക്ഷണം മുതൽ മുടി കെട്ടി വയ്ക്കുന്ന രീതി വരെ നമ്മുടെ മുടി വളർച്ചയെ സ്വാധീനിക്കും കേട്ടോ. ഇക്കാലത്ത് ഇടതൂർന്ന മുടി ആഗ്രഹിക്കാത്ത പെൺകുട്ടികൾ ഉണ്ടാകാറില്ലല്ലേ. പക്ഷേ താരനും മുടി കൊഴിച്ചിലും കാരണം വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ തെങ്ങിൻ്റെ മൂട്ടിൽ നിന്നാണ് ഈ വേലത്തിലൊക്കെ കാണിക്കുന്നത് കേട്ടോ. തേങ്ങ വല്ലതും വന്ന് വീഴുമെങ്കിൽ കട്ടപ്പുക. ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്ന ഒരു മങ്ങിയ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. മങ്ങിയെന്ന് പറഞ്ഞാലും നല്ല ചൂട് ഉണ്ട്, ചൂടിനൊരു കുറവുമില്ല. ഇവിടെ ഇലകളെല്ലാം പൊഴിഞ്ഞു തുടങ്ങിയതുകൊണ്ട് ചിലപ്പം മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതായിരിക്കും നമ്മുടെ കാലാവസ്ഥ ഇങ്ങനെ മങ്ങിക്കിടക്കുന്നത്. രാത്രി കിടക്കുമ്പോൾ മുടി കെട്ടി വയ്ക്കണോ അല്ല എങ്കിൽ അഴിച്ചിടണോ എന്ന ചോദ്യം പതിവാണല്ലേ. അതിലെല്ലാവർക്കും സംശയവും ഉണ്ടാകാറുണ്ട്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് മുടി പിന്നി കെട്ടി വയ്ക്കുന്നവരുണ്ട്, മുടി അഴിച്ചിടുന്നവരുണ്ട്, അതുപോലെ തന്നെ മുടി പൊക്കി ഉച്ചിയിൽ കെട്ടി വയ്ക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലും മുടി കെട്ടി വയ്ക്കുന്നവരുണ്ടല്ലേ. നമ്മൾ മുടി പിന്നി ഇടുകയാണെങ്കിൽ രാത്രിയിൽ മുടി കെട്ട് പിണയുന്നത് തടയാനും നമ്മുടെ മുടിയിൽ ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ, അതായത് വരൾച്ച ഉണ്ടാകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. മുടി ഇഴകളിൽ മാത്രം വരൾച്ച തടയല്ല, നമ്മുടെ തലയോട്ടിയുടെ വരൾച്ച തടയാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതായത് മുടിയിലും നമ്മുടെ തലയോട്ടിയിലും നല്ല രീതിയിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നിയിടുന്നത് സഹായിക്കും. മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും അതുപോലെ തന്നെ കേശ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറാനും ഈ രീതിയിൽ കെട്ടിവയ്ക്കുന്നത് നല്ലതായിരിക്കുമേ. അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പായിട്ട് മുടി നല്ല രീതിയിൽ ചീകി ഒതുക്കി കെട്ടിവയ്ക്കാനും മറക്കരുത്. മുടി അഴിച്ചിട്ട് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. മുടി അഴിച്ചിട്ടിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കാനും, അതായത് മുടി പൊട്ടിപ്പോകാനും സ്പ്ലിറ്റൻസ് വരാനും അതുപോലെ തന്നെ നമ്മളെ തലങ്ങണയിലും ബെഡിലൊക്കെ നമ്മുടെ മുടി ഉരസിയിട്ട് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ മുടി അഴിച്ചിട്ടിട്ട് കിടക്കരുത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക ഒന്നേ പിന്നിയിട്ടിട്ട് കിടക്കുക, അല്ല എങ്കിൽ മുകളിൽ പൊക്കി കെട്ടി വെച്ചിട്ട് കിടക്കുന്നതായിരിക്കും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതേ. മുടിയുടെ ആരോഗ്യത്തിന് നമുക്ക് നല്ല ഉറക്കം കിട്ടണമെങ്കിലും അതായിരിക്കും ബെസ്റ്റ്. അതുപോലെ തന്നെ മുടി നമ്മൾ പിന്നിയിട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ മുടികൾ തമ്മിൽ ഉരസി നമ്മുടെ മുടിക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനും സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നല്ല രീതിയിൽ ചീകി കെട്ടിവെക്കണോ. ചീകുന്ന സമയത്ത് ശ്രദ്ധിക്കുക, പല്ലകളുള്ളൊരു കോമ്പ് ഉപയോഗിച്ച് ചീകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചീകിക്കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനെ അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയെ. അതുപോലെ തന്നെ മുടിക്കും ശിരോചർമ്മത്തിനും ആയാസം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ മുടി കെട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. അതായത് നമുക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ മുടി കെട്ടിവെക്കാനും അതിനോടൊപ്പം തന്നെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിൽ കെട്ടിവെക്കാനും മറക്കരുത്. അതുപോലെ തന്നെ വൈകിട്ട് കുളിച്ചിട്ട് മുടി ഈറനോടെ തന്നെ കെട്ടിവെച്ചിട്ട് കിടന്നുറങ്ങുന്നവർ കാണൂലേ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ശീലം ഒന്ന് ഒഴിവാക്കുക. കാരണം എന്ന് പറയുന്നത്, നമ്മൾ മുടി കെട്ടിവെച്ചിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ മുടിയിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മുടിയിൽ സ്മെല്ല് വരും, രണ്ടാമത് മുടിക്കായ വരാനും മുടിയുടെ ആരോഗ്യം നശിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതായത് മുടി ഉണങ്ങുന്നതിന് മുമ്പ് കിടക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അല്ല എങ്കിൽ വൈകുന്നേരം കുളിക്കുന്നവരുണ്ടെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഉണങ്ങിക്കിട്ടും. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉച്ചിയിൽ കെട്ടി വയ്ക്കുന്നവരുണ്ടെങ്കിൽ അധികം മുറുകാത്ത രീതിയിൽ വേണം മുടി കെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ചിലവർക്കത് വലിയുന്ന പോലെ ഫീൽ ചെയ്യും ചിലപ്പോൾ കെട്ടി വയ്ക്കുമ്പോൾ. അങ്ങനെ വലിയുന്ന പോലെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ അഴിച്ചിട്ട് മാറ്റിക്കെട്ടുക, അല്ല എങ്കിൽ പിന്നിടുന്നതായിരിക്കും ബെസ്റ്റ് കേട്ടോ. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വളർന്നില്ല എങ്കിലും ഉള്ള മുടിയെ നല്ല രീതിയിൽ, അതായത് പൊട്ടിപ്പോകാതെയും കൊഴിഞ്ഞു പോകാതെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ നമ്മുടെ കോമ്പ് ഉപയോഗിച്ച് ചീകാനും മറക്കരുത്. അത് ചീകുന്ന സമയത്ത് നമ്മുടെ തലയോട്ടി മുതൽ, അതായത് മുടിയുടെ വേര് മുതൽ അറ്റം വരെ ഒരേ രീതിയിൽ ചീകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിലുണ്ട്, സെബം, അത് നല്ല രീതിയിൽ നമ്മുടെ മുടി ഇഴകളിൽ ഫുള്ളും എത്തുകയുള്ളൂ. നമ്മുടെ സെബം കുറഞ്ഞു പോയാലും എന്ത് ചെയ്യും, നമ്മുടെ മുടി പൊട്ടിപ്പോകാനും വരണ്ടു പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ നാച്ചുറൽ ഓയിൽ ഈവനായിട്ട് നമ്മുടെ മുടിയിലെത്താൻ വേണ്ടിയിട്ട് മുടി ഇഴകൾ നല്ല രീതിയിൽ വേര് മുതൽ മുടിയുടെ അറ്റം വരെ ചീകി കൊടുക്കുന്നത് നല്ലതായിരിക്കുമേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും. ബൈ ബൈ.